ആലപ്പുഴയുടെ തനി നാടൻ മീൻ രുചി മുതൽ ഫ്രൈഡ് റൈസ് വരെ രുചി വൈവിധ്യങ്ങളുടെ നീണ്ട നിരയാണ് സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയ്ക്കെത്തുന്നവരുടെ മനസ്സ് നിറയ്ക്കാൻ പാചകപ്പുരയിൽ ഒരുങ്ങുന്നത്. പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ഇക്കുറിയും രുചിയുടെ കലവറ സജ്ജമായത്. ലജനത്തുൽ മുഹമ്മദിയ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പാചകപ്പുര. മേളയ്ക്കെത്തുന്ന 15,000-ലധികം പേർക്ക് ഇവിടെ ഭക്ഷണം തയ്യാറാക്കുന്നു. ആദ്യ 2 ദിവസങ്ങളിൽ 5,000 പേർക്കും ബാക്കി 2 ദിവസങ്ങളിൽ 3,000 പേർക്കും ഉച്ചഭക്ഷണം നൽകേണ്ടി വരുമെന്നാണ് കണക്കുകൂട്ടൽ. 45ഓളം പേരാണ് പഴയിടത്തിൻ്റെ പാചക സംഘത്തിലുള്ളത്. പ്രാതലിനും രാത്രി ഭക്ഷണത്തിനും ലജനത്തിലെ ഭക്ഷണപന്തലിൽ തന്നെയാകും വിളമ്പുക. എന്നാൽ ഉച്ചഭക്ഷണവും വൈകിട്ടത്തെ ചായയും ലജനത്തിലെ ഭക്ഷണപന്തലിനൊപ്പം മറ്റു 3 വേദികളിലെ ഭക്ഷണപന്തലുകളിലും എത്തിക്കും. മേളയുടെ ആദ്യ ദിനം അമ്പലപ്പുഴ പാൽപ്പായസം അടങ്ങിയ സദ്യയാണ് വിളമ്പിയത്. രണ്ടാമത്തെ ദിനം ഊണിനൊപ്പം ആലപ്പുഴയുടെ തനി നാടൻ മീൻ രുചിയും ഉണ്ടാകും. ഇത്തവണ ആദ്യമായാണ് സംസ്ഥാന ശാസ്ത്രമേളയ്ക്ക് നോൺ വെജ് ഭക്ഷണം തയ്യാറാക്കുന്നതെന്ന് പഴയിടം മോഹനൻ നമ്പൂതിരി പറഞ്ഞു. സ്പെഷ്യൽ ഇത്തവണ മറ്റ് ഇതുവരെയുള്ള ശാസ്ത്രമേളകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇത്തവണ ശാസ്ത്രമേളയ്ക്ക് നോൺ വെജിറ്റേറിയൻ ഫുഡ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് സ്പെഷ്യൽ. അപ്പോൾ പുറത്ത് കൊടുത്ത് ചെയ്യിപ്പിക്കുന്നില്ല. എൻ്റെ കൂട്ടത്തിൽ നോൺ വെജ് ചെയ്യാനറിയാവുന്ന നല്ല ടീമുണ്ട്. കാരണം ഞങ്ങളിപ്പോൾ കായികോത്സവം എറണാകുളത്ത് നടന്ന സ്കൂൾ ഒളിമ്പിക്സ് എന്ന പേരിൽ നടന്ന മെഗാ കായികോത്സവം കഴിഞ്ഞവരെല്ലാവരും വന്നിട്ടുണ്ട്. അവരാണ് ഭക്ഷണം പാചകം ചെയ്യുന്നത്. നോൺ വെജിറ്റേറിയൻ്റെ അവരെ ചെയ്യാം. 3-ാം ദിനം ഊണിനൊപ്പം ചിക്കൻ കറി ഉണ്ടാകും. അവസാന ദിവസം ഫ്രൈഡ് റൈസും ചിക്കൻ കറിയുമാണ് സ്പെഷ്യൽ. വൈകിട്ടത്തെ ചായയ്ക്കൊപ്പം കൊഴുക്കട്ട, വട്ടയപ്പം, കിണ്ണത്തപ്പം, പഴംപുരി തുടങ്ങിയ നാടൻ വിഭവങ്ങളാണ് വിളമ്പുന്നത്. രാവിലത്തെ പ്രാതലിനൊപ്പം മുട്ട പുഴുങ്ങിയതോ പഴം പുഴുങ്ങിയതോ കൂടി നൽകുകയും ചെയ്യും. രാത്രി ഭക്ഷണത്തിൽ ചോറിനൊപ്പം ചപ്പാത്തിയുമുണ്ട്. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള ഫുഡ് കമ്മിറ്റിയാണ് കുട്ടികൾക്കും മേളയ്ക്ക് എത്തുന്നവർക്കും ഭക്ഷണം ക്രമീകരിക്കുന്നത്. അമൃത ന്യൂസ്, ആലപ്പുഴ.